ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും യു ഓൺ മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ സ്പീക്ക് പിക് എന്ന് ടൈപ്പ് ചെയ്യുക. സ്പീക്ക് പിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. ഈ കാണുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് ഡൗൺലോഡ് ആകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് 100,000 ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ ബിഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വോയിസ് ആയിട്ടും അതുപോലെ തന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തും നമുക്ക് ഫോട്ടോകളെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയാവുന്നതാണ്. ഞാനിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഇംഗ്ലീഷ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം അതേപോലെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യാണ്. ഇന്ത്യയിൽ ഒരു ഫീമെയിൽ വോയിസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. അപ്പോൾ നമുക്ക് ഇതുപോലെ വോയിസ് കേൾക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് മറ്റൊരു കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം. Hi friends, subscribe my channel, like and share my videos. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്കത് ഫോട്ടോ ഉപയോഗിച്ച് എങ്ങനെയാണ് സംസാരിപ്പിക്കാൻ നോക്കാം. ഫോട്ടോ എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനകത്തുള്ള ഒരു 5 ഫോട്ടോ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ നമ്മുടെ മമ്മൂട്ടിയുടെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ സ്പീക്ക് എന്ന് എഴുതിയിരിക്കുന്ന താഴെ ഒരുപാട് ബട്ടൺ ഉള്ളതിൽ സ്പീക്ക് എന്ന് എഴുതിയിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. Hi friends, subscribe my channel, like and share my videos. അതിനുശേഷമുള്ള ബട്ടൺസുകൾ എന്ന് പറയുന്നത് ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഡയറക്റ്റ് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും, ഇത് ഷെയർ എന്നുള്ള ബട്ടണാണ് ഇത് സേവ് ചെയ്യാനും, ഇത് ഗാലറി, അങ്ങനെയുള്ള 4-5 ബട്ടണാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺട്രി വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫയലുകൾ സേവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വോയിസ് ആയിട്ട് നമുക്ക് വോയിസ് കൊടുത്ത് നമുക്ക് ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് എഫക്റ്റുകളൊക്കെ ഉണ്ട്. എഫക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എക്കോ ആയിട്ട് നമ്മൾ ആ വോയിസ് അതുപോലെയൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് എഫക്റ്റുകളുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ വോയിസ് ഒന്ന് ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സേവായ ഫയൽ കേൾക്കാനും അതുപോലെ തന്നെ വോയിസ് ആയിട്ട് നമ്മൾക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഫോട്ടോയെ നമ്മുടെ വോയിസിൽ സംസാരിക്കുന്നതായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോകളെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാൻ കഴിയുന്നത്.